ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ്. അതിന് 2 ഗ്ലാസ് പച്ചരി 2-3 മണിക്കൂർ കുതിരാൻ വെക്കുക. എന്നിട്ട് ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ട് അരി അതായത് 1/2 ഗ്ലാസ് ചോറ് ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചതിന് ശേഷം ആ മിക്സീൻ്റെ ജാറ് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങ, അതായത് അരമുറി തേങ്ങയാണ് എടുത്തത്. അരമുറി തേങ്ങയിൽ 1/4 ഭാഗം തേങ്ങ മതി. അതിൻ്റെ ഫുള്ളൂടെ ഉണ്ട് കേട്ടോ. 1/4 ഭാഗം തേങ്ങ മാത്രം ഇട്ടാൽ മതി. അത് അതിലേക്ക് ഇടുക. അതിലേക്കിട്ടിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കുക. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം നല്ലോണം ഇളക്കണം. അത് ഇഡലി മാവിൻ്റെ രൂപത്തിലേക്ക് അരക്കണ്ട കേട്ടോ. നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ, അതായത് ഞാൻ ഇളക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കയ്യിലേക്ക് അതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. ഇഡലി മാവാണെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കുമല്ലോ, അതിലൊട്ടിപ്പിടിക്കില്ല. ആ ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിലാക്കണം എന്താക്കേണ്ടത്, നമ്മൾ മാവ് ആക്കി വെക്കേണ്ടത്. അത് തേങ്ങയിട്ട് നല്ലോണം ഇളക്കിയിട്ട് അത് മാവ് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒരു 2-3 മിനിറ്റ് നമ്മളതവിടെ മൂടി വെക്കുക. 2-3 മിനിറ്റ് എന്തായാലും ഇതാക്കണം, നമ്മൾ മൂടി വെക്കണം. എന്നാലാണ് നമ്മൾ എല്ലാം പാകത്തിലായി വരികയുള്ളൂ. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുടാൻ നിൽക്കുക. ആദ്യം നമുക്ക് ചൂടായ കല്ലിലേക്ക് പാർന്ന് നോക്കുക. പാർന്നിട്ട് കുറച്ച് സമയം അത് മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റ് നമുക്ക് എന്താക്കണം, അത് മൂടി വെച്ച് വേവിക്കണം. 15 മിനിറ്റ് മതി അത് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്ക് ചുടാൻ മൺകല്ലോ അല്ലെങ്കിൽ ഓട്ടടക്കല്ലോ തന്നെ വേണം കേട്ടോ. ഓട്ടടക്കല്ലാണെങ്കിൽ നല്ല ബെസ്റ്റ്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക്. അത് ഇതേപോലെ നല്ല ഉഷാറായിട്ട് കിട്ടും. ഇതേപോലെ നല്ല വീഡിയോസ് എനിക്ക് ഇടാൻ കഴിയണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലില്ല, അത് അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചോ. കാരണം എന്താണെന്ന് പറയുക, പൊട്ടിച്ചാൽ ആരും ചോദിക്കാൻ വരില്ല. നമ്മളെ യൂട്യൂബാണ്.